നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങൾക്ക് മുമ്പ് ബാലയുടെയും കോഹ്ലിയുടെയും ഒരു പഴയകാല ഫോട്ടോ പുറത്തു വന്നിരുന്നു. ഇതൊരു വലിയ ചർച്ചയ്ക്കായിരുന്നു വഴിവെച്ചത്. ബാലയ്ക്ക് മുൻ ഭാര്യ അമൃത സുരേഷിനുമൊപ്പം കോഹ്ലി നിൽക്കുന്നതാണ് ഫോട്ടോയിലുള്ളത്. ഫോട്ടോയിൽ വളരെ കുഞ്ഞാണ് കോഹ്ലി. ഇത് മോർഫ് ചെയ്തതാണെന്നും അല്ലെന്നുമുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെ ഫോട്ടോ പുറത്തുവിട്ടവർക്കെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ചെത്തിയിരിക്കുകയാണ് ബാല. തന്റെ പണം ലക്ഷ്യം വെച്ച് മനഃപൂർവ്വം തന്നെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കോഹ്ലിയെ ബോധപൂർവ്വം വേദനിപ്പിച്ച് തന്നെ തളർത്താൻ ചിലർ ശ്രമിക്കുകയാണെന്നുമാണ് ബാല ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഈ വിവാദത്തിൽ കൂടുതൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാല. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണം പുറത്തുവന്ന ഫോട്ടോ യഥാർത്ഥത്തിൽ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കോഹ്ലി അവളുടെ സ്നേഹം എന്നെ അറിയിച്ചപ്പോഴാണ് ഈ ഫോട്ടോ അയക്കുന്നത്. എന്റെ ഫോണിൽ നിന്നും എങ്ങനെ ആ ഫോട്ടോ പോയി എന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയായിരുന്നു. ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആരുടെ കയ്യിലായിരുന്നു എന്റെ ഫോൺ? അതെനിക്ക് അറിയാം. എന്റെ സംസ്കാരം കാരണം ഞാനത് പറയുന്നില്ല. കോഹ്ലിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു, അതൊക്കെ ഡിലീറ്റ് ചെയ്തതാണ്. പക്ഷേ അവളുടെ കുടുംബത്തിന് ഏറ്റവും പേഴ്സണലായ ഫോട്ടോ അടക്കം പുറത്തു വന്നു. അതെങ്ങനെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ കുടുംബജീവിതം തകർക്കാൻ 100% ആരോ ശ്രമിക്കുന്നുണ്ട്. കോഹ്ലിക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമാണ്. കോഹ്ലിക്ക് ഞാനല്ല, കോഹ്ലി എനിക്കാണ് ജീവിതം തന്നത്. കോഹ്ലിയുടെ മനസ്സ് വേദനിപ്പിച്ച് എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. കാരണം അവൾ കരഞ്ഞാൽ ഞാൻ കരയും. എന്നെ നേരിട്ട് അടിക്കാനാവില്ല. അപ്പോൾ ആ വളഞ്ഞ വഴിയിലൂടെ അടിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. ഈ വിവാദങ്ങൾക്ക് ശേഷം അവൾ ഭയങ്കര വിഷമത്തിലാണ്. അവൾ എന്റെ മുൻപിൽ വെച്ച് കരയില്ല. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ പോയപ്പോൾ അവിടെ വെച്ച് അവൾ കരയുന്നത് കണ്ടു. എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കാൻ പോലും സാധിക്കുന്നില്ല. കുറ്റബോധം തോന്നിപ്പോയി എനിക്ക്. യഥാർത്ഥത്തിൽ കോഹ്ലി എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ്. അപ്പോൾ എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ അമ്മയെ പോലെയാണ് എന്നെ കോഹ്ലി നോക്കിയത്. ഞാൻ ദ്രോഹിയല്ല. ഞാൻ തുറന്ന് സംസാരിച്ചാൽ പലരുടെയും ജീവിതം നഷ്ടമാകും. ഞാൻ വിവാഹം കഴിക്കാമെന്ന് കോഹ്ലിയോട് പറയുകയായിരുന്നില്ല. ജ്വല്ലറി കടകളെല്ലാം അടച്ചിരുന്ന ഒരു ദിവസം ഒരു ഷോപ്പ് ഞാൻ പോയി തുറപ്പിച്ചു. ഒരു താലി മാലയും വാങ്ങി, 2 കമ്മലും. നേരെ പോയി അവളുടെ കഴുത്തിൽ ആ താലി കെട്ടി. സാക്ഷിയെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമുണ്ടായിരുന്നു. 6 മാസത്തിന് ശേഷമാണ് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചത്. താലി കെട്ടിയത് മുതൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത്. ചെറിയ വയസ്സ് മുതൽ തന്നെ എന്നെ ഭർത്താവായി കണ്ട് ജീവിച്ചവളാണ് കോഹ്ലി. എന്നെ ആളുകൾ പിന്തുടർന്ന് ഉപയോഗിക്കുന്നത് പണത്തിന് വേണ്ടിയാണ്. വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട്. കോഹ്ലിയുമായുള്ള വിവാഹത്തിന് ശേഷം ഇത് കൂടി. കാരണം സ്വത്ത് പോകുമല്ലോ എന്നാണ് ബാല ആരോപിച്ചത്.